ഹേ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെന്തായാലും ഇന്ന് വ്ളോഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്ളോഗ് വെച്ചാൽ ഡെയിലി വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാകെ 2-3 വ്ളോഗ് ഇട്ടിട്ടുള്ളൂ. കുറേ വ്ളോഗ് എടുത്ത് വെച്ചതൊക്കെ ഉണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സത്യം പറയുകയാണെങ്കിൽ ചെറിയ മടിയുണ്ട്. എനിക്ക് നല്ല മടിയാണ്. എൻ്റെ ഒരു മടിയും വേറല്ല. ആ വ്ളോഗ് എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഞാൻ നല്ല കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇനി അത് എഡിറ്റ് ചെയ്ത് ഒരുമാതിരി എന്താ കുറേ വിഷ്വൽസൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതുമെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ ഇനി ഒരു ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വെച്ച്. അപ്പോൾ എന്തായാലും ഡെയിലി വ്ളോഗ് നമുക്ക് ഇനി തൊട്ട് ഡെയിലി നമുക്ക് വ്ളോഗ് ഉണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് വെച്ചാൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയാണ്. നമുക്ക് എന്താ പറയുക, അക്ഷയൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട്. അക്ഷയ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോസ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് എന്താ പറയുക, അങ്ങനെ ഓവർ വ്ളോഗ് ചെയ്യാനൊന്നും എന്താ പറയുക ഒരു ഇത് കിട്ടുന്നില്ല. ഞാനിത് തന്നെ കുറേ ടേക്കൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ ക്ഷമിച്ചു തരണം. പിന്നെ ഞാനങ്ങനെ അക്ഷയൻ്റെ വീട്ടിലെന്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അപ്പോൾ ഓരോടൊന്ന് ചോദിച്ചേക്കാം, ഞാൻ ഡെയിലി വ്ളോഗ് തുടങ്ങിയതിനെ പറ്റി എന്താ അഭിപ്രായം എന്നുള്ളത്. ഇതെൻ്റെ അഭിപ്രായം പറയും. നല്ല അഭിപ്രായം. അല്ലേ അവനെക്കൊണ്ടുള്ള വെറുപ്പിക്കല ഇതിനകത്ത് കൂടി കണ്ടിട്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റയിൽ ഓപ്പൺ ആക്കണ്ട. ഇത് യൂട്യൂബിലിടുക. ഞാനാണെങ്കിലോ ഫുഡേക്കാണ്ട് യൂട്യൂബിലെ കയറല്. അപ്പൊ യൂട്യൂബ് എനിക്ക് ഇടങ്ങേറായിരിക്കും. അതെ അതെ, ഐഡിയ ഉണ്ട്. അവനെ സബ്സ്ക്രൈബ് ചെയ്യൂല. അങ്ങനെ ഈ സബ്സ്ക്രൈബ് ചെയ്തില്ല. എന്താ വേറെ എത്ര പേരുണ്ട്. ഇല്ലല്ല, സബ്സ്ക്രൈബ് ചെയ്യൂല. പക്ഷെ അവന്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് കാണുന്നുണ്ട്. എന്തോ പറയാണ്. എന്തായാലും ഇനി ഫുൾ അങ്ങോട്ട് ഡെയിലി വ്ളോഗ് ഇന്നെ കൊണ്ട് എത്ര ദിവസം ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും പറ്റുന്ന അത്ര ഞാൻ ചെയ്യും. അതെ, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. കുറച്ച് നല്ല മടിയാ. ആ മടിയും കൂടി ഒന്ന് മാറി കിട്ടല്ലോ. ഒരാഴ്ചയെങ്കിലും ഞാനൊന്ന് ചെയ്തോക്കട്ടെ. എന്നിട്ട് ബാക്കി മുന്നോട്ട് പോവാ വെക്കാം. അതെ അതെ. അല്ല, നമ്മളിപ്പോ എങ്ങോട്ട് പോണേ? അതെ, ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനുള്ളൊരു വഴി ഒപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവില്ല. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് കാണാം. നമ്മള് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നാണ്. പെട്രോൾ അടിച്ചോടുക്കാട്ടോ. ആളൊന്നും കാട്ടില്ല. പെട്രോൾ അടിച്ചോടുക്കാണ്. നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ച് എന്താ പറയാ നല്ലൊരു സ്പോട്ട് തപ്പി പോവാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും ടൗണിലേക്കാണ് പോവാന്നൊക്കെ വിചാരിച്ച്. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വന്ന് അവസാനം നമ്മൾ ബീച്ചിലെത്തിക്കണ്. ബീച്ചിലെത്തി. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നല്ല ചായ അടിക്കാൻ അയക്കുന്നു. ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടം വരെ വന്നത് അതെ, ഞങ്ങൾക്കിനെ കുറച്ച് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ലേ പക്ഷെ 10 മിനിറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് കാര്യങ്ങൾ കൊണ്ട് തന്നെ അതെ. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. ആദ്യമൊന്നും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണണമല്ലോ. അതെ, നമ്മൾ കാണാത്ത സ്ഥലമല്ലോ. അതെ ഞങ്ങളിവിടെ വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് ബാക്കി കാണിച്ചു. നമ്മളങ്ങനെ ബീച്ചിൽ വന്നപ്പോഴേ എന്താ പറയാ, ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇവിടെ എന്തായാലും പറയേണ്ടി വരും. അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബീച്ചിൽ കടലിൽ ഫുള്ളുതാ ചളി വെള്ളം എടുത്തുള്ളത്. ഇതിപ്പോ പണ്ട് ഏതോ ചാലും തോട്ടുന്നൊക്കെ വെള്ളം ഇങ്ങോട്ടിട്ട് ബീച്ചൊക്കെ നശിപ്പിച്ച് ചെയ്യാനാ. ഇപ്പോൾ ആരോടെ കംപ്ലൈന്റ് അറിയാ? ആള് പറയാൻ അതെ. നമ്മൾ ചായക്കട അന്വേഷിച്ചുള്ള നടത്താണ്. ഇവിടെ ഫുള്ള് ഓരോ കടകളുണ്ട്. കടകളൊന്നല്ല, നല്ല കുട്ടികളുണ്ട്. അതെ, കുട്ടികളുണ്ട്. അതെ, നമ്മളിങ്ങനെ അന്വേഷിച്ചോട് നടക്കുകയാണ്. ഇവിടെ എന്താ പറയാ, കുറെ കടകളുള്ളതുകൊണ്ട് തന്നെ ഏത് കയറണം എന്നൊക്കെ ഒരു സംശയമാണ്. എന്താ പറയാ ഇതിനൊക്കെ, എനിക്കത് വായി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വ്ളോഗ് തുടങ്ങുമ്പോഴേ പറഞ്ഞു എനിക്കത് കറക്റ്റ് കിട്ടുന്നില്ല. ഞാൻ
2-3 ദിവസമൊക്കെ ആയി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ എയിമാവും തോന്നിട്ടോ. അതെ, പിന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ സഹായിക്കാൻ. ഇവരൊക്കെ ഫുൾ ടൈം ആയി അടയ്ക്കാത്തവരാ. അപ്പൊ മെല്ലെ അവിടുന്ന് ഇറക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വായ പറഞ്ഞ അതെ സീനാക്ക്. അതെ, റെക്കോർഡ് ആവുണ്ടല്ലേ. അതായില്ലെങ്കിൽ പോയി കഥ. അതെ, ആ റെക്കോർഡായിട്ട് നോക്കിയത്. ഇവിടേക്ക് ഒന്ന് നോക്കിയാൽ ഒരു ലോഡ് കടകളാണ്. ഏത് കയറണം ഇപ്പൊ സംശയമായി തോന്നി. ആദ്യം നമുക്ക് കുറച്ച് വൃത്തിയുള്ള കടയിൽ കയറാം. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞൊരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതെ, പിന്നെ ഒരു സമാധാനമുള്ള ഇവിടെ ഞാനൊരു ചായ കേട്ടോ. ഇപ്പം വെള്ളച്ചായ ഇവിടെ ചായ. അതെ, അമൽ ബേബി. അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. വെള്ളച്ചായ അടിച്ചിട്ട് കരിവാഴ്ച പണ്ടാണെങ്കിൽ ഞാൻ ഇവിടെ ചായ മാത്രമേ അടിക്കുള്ളൂ. ഇപ്പൊ കടി എന്താ പറയാ, എന്തെങ്കിലും ഒരു കടിയും കൂടി പറഞ്ഞു തരാം. വരാം. ഇപ്പോൾ നമ്മൾ അതായത് ചായക്ക് കടിയായിട്ട് 2 ഗ്രീൻ പീസാണ് പറഞ്ഞത്. രണ്ട് സിംഗിൾ. ഞങ്ങൾ സിംഗിൾ ആയോണ്ട് ഞാൻ സിംഗിൾ ആട്ടോ. സിംഗിളാണ്. ഇതൊക്കെ ആരൊക്കെ കാണും ആർക്കും അറിയാം. ആയിരുന്നു പണ്ട് 2 വർഷം മുന്നേ. ആയിക്കോട്ടെ, സിംഗിളാണ്. ഞാൻ പിന്നെ എത്ര കാലങ്ങളായിട്ട് സിംഗിളാട്ടോ. പക്ഷെ നമ്മളിപ്പോൾ എവിടെ എത്തി വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം അവിടെ വന്നിട്ട് കടേൻ്റെ മുതലാളി മുഖത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി പറ സത്യം സംസാരിച്ചു പറ. വലിയ കുഴപ്പമില്ല, മുതലാളി മുന്നിലുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്തത്. വളരെ നല്ല കുഴപ്പമില്ല, അടിപൊളി. ഓക്കെ, ഞങ്ങളങ്ങനെ ഗ്രീൻ പീസ് കഴിഞ്ഞിട്ട് 2 പഴംപരിയും കൂടി ഓർഡർ ചെയ്തിട്ടുള്ള മുണുങ്ങി ഭയങ്കര ചൂടാട്ടോ. പഴംപരിയൊക്കെ ഓക്കെ അല്ലേ, നല്ല രസം. ചൂടോടെ കിട്ടിയോണ്ടേ ഏതാ നമ്മളിപ്പോഴാണ് ചായ കുടിച്ച് ഇറങ്ങിയത്. എന്താ പറയാ, നമുക്ക് കുറച്ച് കോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അതെ അതെ, വേണ്ടപ്പെട്ട ഒരാൾ. അതെ, പേര് പറയണോ? അല്ലേ, നമ്മൾ എന്താ പറയാ, ഒരു സർപ്രൈസ് ആണ്. നമ്മൾ കുറച്ചായിട്ട് റിവീൽ ചെയ്യുന്നത്. മീൻസ് നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടരുത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ചായ അടിച്ച് കഴിഞ്ഞല്ലേ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കഴിക്കാന്നൊക്കെ ഉള്ള പ്ലാനിലാണ്. അതിനിപ്പോ ആ വേണ്ടപ്പെട്ട ആളെ നമുക്ക് പൈസ അയച്ചിട്ടുണ്ട്. 100 rupees. അതെ, 100 rupees. എന്തായാലും നമുക്ക് അത് കഴിച്ചിട്ട് വരാം. അവിടെയാണല്ലോ, അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അക്ഷയ ഒന്ന് ട്രൈ ചെയ്തിട്ട് കൊള്ളാം. കൊള്ളാല്ലേ? ഇപ്പൊ നമ്മളെങ്ങനെ എന്താ പറയാ, ബീച്ചിന്റെ ഇതിന്റെ സ്ഥലം മക്രിയോ എന്തോ ഞങ്ങളിങ്ങനെ ഇതിലിങ്ങനെ നടന്നോണ്ടിരിക്കാണ്. ഇപ്പൊ എന്താ പറയാ, കണ്ടില്ലേ, നടന്നോണ്ടിരിക്കാണ്. ഇപ്പൊ എന്താ ചെയ്യാ, ഇനി നമ്മൾ കുറച്ചായിട്ട് വേഗം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. ഇപ്പൊ നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ്. വ്ളോഗൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതെ, നമ്മൾ ഇനി ഒരു ടൈം സെറ്റ് ചെയ്യണം, എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടതുള്ളത്. അത് ഞാൻ എന്തായാലും അടുത്ത വ്ളോഗ് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്ളോഗ് വെച്ചാൽ ചെറിയൊരു വ്ളോഗാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങനെ കറക്റ്റ് കാര്യങ്ങളൊന്നും പഠിച്ച് വരുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ സെറ്റാക്കാം. പിന്നെ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ സംസാരം തന്നെ റെഡിയായി വരുന്നേ ഉള്ളൂ. കുറേ ഇങ്ങനെ തെറ്റി കളിക്കുന്നു. ഞാൻ കുറേ ടേക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും സെറ്റാക്കി എടുക്കാം. എന്തായാലും നമുക്ക് ഈ വ്ളോഗ് കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. അതോ ഡെയിലി വ്ളോഗ് എന്താ പറയുക, ആദ്യത്തെ വ്ളോഗാണ്. അതെ, ഇനി എത്ര അങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് കാണാം ഗൈസ്. ബൈ.